എക്സ്പ്ലെയിൻ എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ നമുക്ക് ആദ്യം ക്ലോക്ക് സിഗ്നലിനെ നോക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മള് ക്ലോക്ക് സിഗ്നൽസ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഇങ്ങനെയാണ് ക്ലോക്ക് സിഗ്നൽസ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, അതായത് ഇതിന് നമ്മൾ 0 ആയിട്ടാണല്ലോ എടുക്കുക. പിന്നെ ഇതൊരു 1 ആക്കിയിട്ട് എടുക്കണം. ഓക്കെ, ഇതിന് 2 എഡ്ജസ് ഉണ്ട്. ഒന്ന് ദിസ് വേ, ദിസ് വേ. ഇത് എന്താണ്, ഇൻക്രീസ് ചെയ്യാണ്, 0-ൽ നിന്ന് 1-ലേക്ക് പോവാണ്. അപ്പൊ ഇത് എന്തായിരിക്കും, പോസിറ്റീവ് എഡ്ജ് ആണ്. ഓക്കെ, ഇനി 1-ൽ നിന്ന് 0-ലേക്ക് കുറയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ എന്താ പറയാ, നെഗറ്റീവ് എഡ്ജ് എന്നാണ് പറയുക. ഓക്കെ, അതാണ് ഒരു ബേസിക് ക്ലോക്ക് സിഗ്നൽ. ഓക്കെ, ഇനി സിൻക്രണസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യണം, ഒരു ഔട്ട്പുട്ടിന്റെ ഒരു ആ സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നത് ക്ലോക്ക് സിഗ്നൽസ് വെച്ചിട്ടാണ് സിൻക്രണസ് സിസ്റ്റത്തില്. അപ്പോ നമ്മുടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് ക്ലോക്ക് സിഗ്നൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്ലോക്ക്ഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നാണ് പറയുക. ഇനി ക്ലോക്കും ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത്, ക്ലോക്കും ഇൻപുട്ട് സിഗ്നലും ഒരുമിച്ച് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത്, അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതായത് ഇൻപുട്ട് സിഗ്നൽ മാത്രം കൊടുത്തോണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഫ്ലിപ്പ് ഫ്ലോപ്പില് ഔട്ട്പുട്ട് കിട്ടില്ല. ഒപ്പം തന്നെ എന്ത് ചെയ്യണം, ഈ ക്ലോക്ക് സിഗ്നലും കൂടി പ്രൊവൈഡ് ചെയ്യണം. ഇനി ക്ലോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോഴാണ് എന്ത്, ആ ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഔട്ട്പുട്ടിന്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻസ് ഉണ്ടാകുന്നത്. ഇനി ക്ലോക്ക്ഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡോ അല്ലെങ്കിൽ എന്തെന്നാവാം, നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആവാം. പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻസ് നടക്കുന്നത് പോസിറ്റീവ് ഗോയിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് പൾസിലായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് എഡ്ജ് വരുന്ന ആ ക്ലോക്ക് പൾസ് വരുമ്പോഴാണ് എന്ത്, അതിന്റെ ഔട്ട്പുട്ടിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ എന്തായിരിക്കും, അതിന്റെ ഔട്ട്പുട്ടിന്റെ സ്റ്റേറ്റ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുക, നെഗറ്റീവ് ഗോയിങ് എഡ്ജ് വരുമ്പോഴായിരിക്കും എന്ത്, അതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുക. ഈ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ഇപ്പൊ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് നമ്മൾ ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചിട്ട്, ഓക്കെ, ട്രയാങ്കിൾ വരച്ചിട്ടാണ് നമ്മൾ ക്ലോക്ക് വരയ്ക്കുക പോസിറ്റീവ് എഡ്ജ് ആണെങ്കിൽ. ഇനി നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ ഒരു ബബിളും കൂടിയും വരച്ചിട്ട് നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ടാണ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് കാണിക്കുക. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്നതാണ് എഡ്ജ് ട്രിഗേർഡിങ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ക്ലോക്കും കൂടി കൊടുത്താലാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ നടക്കുള്ളൂ, ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ പോലും. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് ഫോർ ബേസിക് എഡ്ജ് ട്രിഗറിങ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉള്ളത് ഏതൊക്കെയാണ്, SR ഉണ്ട്, JK ഉണ്ട്, D ഉണ്ട്, T ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട് അല്ലേ. ഇത്രയേ ഉള്ളൂ. How is a sequential circuit different from a combinational circuit? Give an example for each circuit. അതായത് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പ്രസന്റ് ഇൻപുട്ടിനെയാണ് എന്ത്, ഡിപ്പെൻഡ് ചെയ്യണ്ടാവുക. ഓക്കെ, അത് പ്രീവിയസ് ഇൻപുട്ടിനെയോ അല്ലെങ്കിൽ എന്താണ്, പ്രീവിയസ് ഇൻപുട്ടിനെയോ അല്ലെങ്കിൽ പാസ്റ്റ് ഔട്ട്പുട്ടിനെയോ ഒന്നും എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്താണ്, പ്രസന്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, മെമ്മറി ഇല്ല, മെമ്മറി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും, പ്രീവിയസ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നായിരുന്നു, എന്നാലല്ലേ സ്റ്റോറേജിന്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. ഇനി കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂസസ് മെയിൻലി അത് യൂസ് ചെയ്യുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് ഡാറ്റ ട്രാൻസ്ഫർ സർക്യൂട്ടിന്, അതായത് ആ ഒരു സിസ്റ്റത്തിൽ ആ ഫ്ലോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തത് ഡാറ്റ പ്രോസസ്സിംഗ് സർക്യൂട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ഡാറ്റനെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾസ് ആയിട്ട് മൾട്ടിപ്ലക്സേഴ്സ് എന്താ ചെയ്യുന്നത്, ശരിക്കും ഡാറ്റനെ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യല്ലേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ 4 ഇൻപുട്ട് കൊടുക്കുന്നു, അത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു, അതിന് ഭയങ്കരമായ ഒരു ചേഞ്ചസ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ എൻകോഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റനെ ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുക. അതുപോലെ ആഡേഴ്സ്, പാരിറ്റി ചെക്കേഴ്സ്, കമ്പാരേറ്റേഴ്സ്, ഇതൊക്കെ എന്താണ്, കോമ്പിനേഷണൽ സർക്യൂട്ടിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ എന്താണ്, സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഔട്ട്പുട്ട് പാസ്റ്റ് ഇൻപുട്ടിനെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പാസ്റ്റ് ഔട്ട്പുട്ടിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, മെമ്മറി ഉണ്ടായിരിക്കും. ഓക്കെ,
ഇനി മെമ്മറി നമുക്കറിയാലോ, പ്രീവിയസ് ഔട്ട്പുട്ട് വരുന്ന കേസസ് എപ്പോഴും ഫീഡ്ബാക്കുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമ്പിനേഷണൽ സർക്യൂട്ട് വിത്ത് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, ഇനി ജനറലൈസ്ഡ് ആയിട്ടുള്ള ഡയഗ്രാം ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ട, കോമ്പിനേഷണൽ സർക്യൂട്ട് പിന്നെ ഒരു മെമ്മറി. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻപുട്ട് ഇതിനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഔട്ട്പുട്ട് സെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് സെഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വീണ്ടും ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് എടുത്ത് മെമ്മറി കൂടെ വീണ്ടും എന്താണ്, ഇൻപുട്ടിലേക്ക് തന്നെ അത് ഫെഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഇൻപുട്സ് ഏതൊക്കെയാണ്? എ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻപുട്ട്, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ആയിട്ടാണ്, സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ഔട്ട്പുട്ട്സ് ആണ്, വൈ എന്ന് വെച്ച് കഴിഞ്ഞാല് ദ ഔട്ട്പുട്ട് ദാറ്റ് ആർ ഫെഡ് ബാക്ക് ടു ദ കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ടിന് എക്സാമ്പിൾ ആണ്. നമുക്കറിയാം മെമ്മറി ഉള്ളത്, ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മെമ്മറി ഉണ്ട്, അതുപോലെ കൗണ്ടേഴ്സ്, അതുപോലെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് എന്ത്, ഇതിന് സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ.